ഹായ് ഹലോ, ഇന്ന് നമ്മൾ അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ പോവാം കേട്ടോ. അക്കടോ കുറേ ദിവസമായി പറയുന്നു പാർക്കിൽ പോകണം എന്ന്. അതുകൊണ്ട് നമുക്ക് പാർക്കിൽ പോകാൻ പറ്റിയില്ല. എൻ്റെ കാലൊന്ന് ചെറുതായിട്ട് പൊള്ളി കാരണം അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് നമുക്ക് പാർക്കിൽ പോകാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് സൺഡേ ആയി കാരണം നമ്മൾ അരീക്കൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒന്ന് കൊണ്ട് കാണിക്കാമെന്ന് ഓർത്തു. അവിടെ എൻട്രി പാസ് ഉണ്ട് കേട്ടോ. എൻട്രി പാസ് 20 രൂപ ഒരാൾക്ക്. അപ്പോൾ അങ്ങനെ 40 രൂപ. ഞാനും ചേട്ടായും കൊച്ചിനെ എടുക്കണ്ടല്ലോ. നമ്മൾ നമ്മൾ പയ്യെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. ഇറങ്ങാനൊക്കെ സിമ്പിളാണ്, പക്ഷേ കയറാനാണ് പാടി. ഈ സ്റ്റെപ്പ് കയറാനാണ് ഏറ്റവും വലിയ പാട്. കിതച്ച് പോയി ഗൈസ്. അതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. നല്ല രസമായിരുന്നു കേട്ടോ. പ്രത്യേക ഒരു വൈബായിരുന്നു. ഇന്ന് സൺഡേ ആയി കാരണം എല്ലാവരും ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്നത്. അവർ പ്രത്യേകം ഇതിനു വേണ്ടി തന്നെ കുളിക്കാനും വെള്ളത്തിൽ കളിക്കാനൊക്കെയാണ് അവർ വന്നത്. നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പൊന്നും ഇല്ലാണ്ടാണ് പോയത്. അതുകൊണ്ട് നമ്മൾ അക്കുടവാക്കി പോലും വേറെ ഡ്രസ്സ് കരുതിയിരുന്നില്ല. കാരണം ഇറങ്ങുന്നില്ലല്ലോ, വെള്ളം പണ്ടേ പേടിയാണ്, അതുകൊണ്ട് ഇറങ്ങുന്നില്ലല്ലോ. പക്ഷേ ഇറങ്ങണം എന്നൊക്കെ ആൾക്കാർക്ക് ഇറങ്ങുമ്പോൾ ഒരു കൊതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ആ സൈഡിലും പറ്റിയാലൊക്കെ നിന്നൊന്ന് തത്തി കളിച്ച് അത്രേ ചെയ്തുള്ളൂ നമ്മൾ. അക്കുടവാക്കി പിന്നെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു. പേടി എന്താണെന്ന് അറിയാറായില്ലല്ലോ ഗൈസ്. അതായത് ഞാൻ ചുമ്മാ ഒന്ന് ഇറങ്ങി എൻ്റെ കൊതി തീർന്നു. എൻ്റെ ഒരു മോഹം ഇറങ്ങണം എന്നുള്ള. പക്ഷെ പേടിയാണ്. പിന്നെ എങ്ങനെയൊക്കെ വലിഞ്ഞു പിടിച്ച് കയറി കരക്കി. നമ്മൾ 4 മണിയോട് കൂടിയാണ് അവിടെ ചെന്നത്. 6 മണി വരെയുള്ള അവിടെ ടൈമും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറി. ഭയങ്കര വിശപ്പായിരുന്നു. അക്കുടവായ്ക്ക് പിന്നെ എവിടെയെങ്കിലും പോയാൽ വിശപ്പും, അക്കുടവായ്ക്ക് മാത്രമല്ല എനിക്കും അതെ, വിശപ്പ് കൂടപ്പുറപ്പാണ്. നമ്മൾ ചായയും കുടിച്ചു, ഐസ്ക്രീമും ഒക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് 6 മണി ആയായിരുന്നു. അപ്പോൾ നമുക്ക് പയ്യെ ആൾക്കാരെ കയറ്റുമായിരുന്നു. നമ്മൾ അതിനു മുമ്പ് കയറി നമ്മൾ വീട്ടിലേക്ക് വരാനായിട്ട് പോകുന്ന മഴയായിപ്പോയി. പിന്നെ നമ്മളൊരു കടയുടെ ഫ്രണ്ടിൽ കയറി എന്നിട്ട് മഴ പയ്യെ കുറഞ്ഞപ്പോഴാണ് അക്കുടവായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ.